നമസ്കാരം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ എത്ര എന്നാണ്. നമുക്ക് ഉദാഹരണമായിട്ട് ഒരു സംഖ്യ 1275 എടുക്കാം. ഈ ഒരു 4 അക്ക സംഖ്യയെ ഞാൻ 5 കൊണ്ട് ഹരിക്കുകയാണ്. ഇവിടുത്തെ റിമൈൻഡർ കണ്ടെത്താനായിട്ട് ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന അല്ല വൺസിൻ്റെ ലൊക്കേഷനിൽ കിടക്കുന്ന സംഖ്യ എടുക്കുക. ഇത് 5 ആണ്. ഈ 5ൻ്റെ ഗുണനപ്പട്ടികയിലുള്ളതാണല്ലോ. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി മറ്റൊരു സംഖ്യ നോക്കാം. ഇത് 1272 ആണെന്ന് വിചാരിക്കുക. ഇവിടെ 2 ആണ് അവസാനമായി കിടക്കുന്ന അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ. ആ സംഖ്യ നമുക്ക് എടുക്കാം. ഈ 2 എന്ന് പറയുന്നത് 5നേക്കാളും ചെറിയ സംഖ്യയാണ് അല്ലേ? 2 5നേക്കാളും ചെറുതായതുകൊണ്ട് റിമൈൻഡർ ആ സംഖ്യ തന്നെയായിരിക്കും വരിക. ഇനി മറ്റൊന്ന് നോക്കാം. 1731 ഡിവൈഡഡ് ബൈ 5 ആണെന്ന് വിചാരിക്കുക. ഇവിടെ 1 എന്ന് പറയുന്ന സംഖ്യ 5നേക്കാളും ചെറുതായതുകൊണ്ട് റിമൈൻഡർ എത്രയായിരിക്കും? ആ സംഖ്യ തന്നെയായിരിക്കും വരിക. ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇവിടെ സംഖ്യ 1733 ഡിവൈഡഡ് ബൈ 5 ആണെന്ന് വിചാരിക്കുക. ഇവിടെ 3 ആണ് ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ. അത് 5നേക്കാളും ചെറുതായതുകൊണ്ട് ഇവിടുത്തെ റിമൈൻഡർ എത്രയായിരിക്കും? 3 തന്നെയായിരിക്കും വരിക. ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. 1476 ഡിവൈഡഡ് ബൈ 5. ഇവിടെ നോക്കൂ, ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ ഏതാണ്? 6 ആണ് അല്ലേ? ഈ 6 എന്ന് പറയുന്നത് 5നേക്കാളും വലുതാണല്ലോ. ആ ഒരു കാര്യത്തിൽ റിമൈൻഡർ എടുക്കുമ്പോഴേക്കും ഈ സംഖ്യയിൽ നിന്ന് 6ൽ നിന്നും 5 കുറയ്ക്കുന്നതായിരിക്കും റിമൈൻഡർ ആയിട്ട് വരിക. 6ൽ നിന്ന് 5 പോയ എത്രയാണ്? 1 ആയിരിക്കും റിമൈൻഡർ ആയിട്ട് വരിക. ഇനി 2679 ഡിവൈഡഡ് ബൈ 5 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ 9 ആണ്. അപ്പോൾ 9 എന്ന് പറയുന്ന സംഖ്യ 5നേക്കാളും വലിയ സംഖ്യയാണ്. അതുകൊണ്ട് റിമൈൻഡർ എന്ന് പറയുന്നത് ഈ 9ൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതായത് 4 ആയിരിക്കും ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുക.